നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ടെറസിലെ തക്കാളി കണ്ടില്ലേ? തക്കാളികളെല്ലാം നല്ലതുപോലെ വളരുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. ഇപ്പം തക്കാളിക്ക് പറ്റിയ നല്ല കാലാവസ്ഥയാണ്. നമ്മൾ അടുക്കള തോട്ടങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് തക്കാളി കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഗ്രോ ബാഗിലായിരുന്നാലും തറയിലായിരുന്നാലും. പക്ഷെ അതിന് കുറച്ച് ശ്രദ്ധ വേണം. ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ തക്കാളിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ, അല്ലെങ്കിൽ നമ്മുടെ ഏദൻ തോട്ടത്തിലെ തക്കാളി കാഴ്ചയെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും പോയി ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമോ? ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷം എന്ന് പറയുന്നത് വെജിറ്റബിൾ അല്ല, ഒരു ഇൻഡോർ പ്ലാന്റ്. ഇൻഡോർ ആയിട്ടും നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആ മനോഹരമായ നമ്മുടെ വീടിനകവും പുറവും നല്ല ഗ്രീനിഷ് ലുക്ക് വേണമെന്നുള്ളവർക്ക് പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. ചൈന ഡോൾ എന്ന് പറയുന്ന ഈ നല്ല സുന്ദരിയായിട്ടുള്ള ഈ ചെടി. നഴ്സറികളിലൊക്കെ ഇതിന് നല്ല വിലയുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വില കൊടുത്തിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിക്കാൻ എല്ലാവർക്കും എപ്പോഴും സാധിച്ചെന്ന് വരില്ല അല്ലേ? അപ്പം ഇതിൻ്റെ ഈ പ്രൊപ്പഗേഷനും കെയറിങ്ങും ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ. ആർക്കും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ചൈന ഡോൾ. അപ്പം നമുക്കൊരു ചെറിയ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയാലും കൊണ്ടുവന്ന് അത് വളർത്തി നമ്മുടെ വീട്ടിൽ നിറയെ ചൈന ഡോൾ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാമോ? ഇത് കണ്ടോ, ഇത് ഞാൻ ഇതിനു മുന്നേ ഇതിൻ്റെ 2 കട്ടിങ്സ് എടുത്ത് വെറുതെ ഒന്ന് നട്ടൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ വേര് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് കട്ടിങ് എങ്ങനെയാണ് വേര് പിടിപ്പിച്ചതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇതിലെ ഈ വേര് പിടിച്ചിരിക്കുന്നത് ഒന്ന് കാണണ്ടേ നമുക്ക്? അല്ലെങ്കിൽ നമ്മൾ കട്ടിങ് നട്ടതിന് ശേഷം ഇതിലെ വേരിളക്കി നോക്കാം അല്ലേ? അപ്പോൾ ഏത് വേണം ആദ്യം? നമുക്ക് കട്ടിങ് നടണോ ഇത് ഇളക്കി നോക്കണോ? കട്ടിങ് നട്ടതിന് ശേഷം നമുക്കിത് ഇളക്കി നോക്കാം. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാനിത് എങ്ങനെയാണ് എന്തായാലും അത് നല്ലതുപോലെ വേര് പിടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഞാൻ അത് നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സാണ് കേട്ടോ. ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല. വെറും മണലും ഒരല്പം ചകിരിച്ചോറുമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നടാനുള്ള കട്ടിങ്സ് ആണ്, ചൈന ഡോളിൻ്റെ കട്ടിങ്സ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് ഞാൻ കട്ടിങ്സ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു മൂർച്ചയുള്ള കത്തിയോ കത്രികയോ കണ്ട് അധികം മുറ്റിപ്പോവാത്ത അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാവാത്തുള്ള രീതിയിലുള്ള കട്ടിങ് എടുക്കുക. ഇതുപോലൊരു കട്ടിങ് എടുക്കുക. ഇതുപോലൊരു കട്ടിങ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ഇലയെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മൾ ഈ മണ്ണിലോട്ട് താഴ്ത്താൻ പോകുന്ന ഭാഗത്തുള്ള ഇല വേണ്ട, അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ മുകളിലത്തതും കട്ട് ചെയ്ത് കളയുക. കുറച്ച് ഏറ്റവും മുകളിലുള്ള ഇല മാത്രം, ഇത് മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. പക്ഷെ ഞാൻ ഇതിനകത്ത് അടിയിലോട്ടുള്ള ഇലയും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ മുകളിലുള്ള 2 എണ്ണം മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള കട്ടിങ്സൊക്കെ നമ്മൾ നടുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് അതിനെ സ്റ്റെറിലൈസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാഫ്. ഒരു നുള്ളു സാഫ് ഒരല്പം വെള്ളത്തിലിട്ട് ഇതിനെ കുറച്ച് നേരം ഒന്ന് ആ സാഫിൻ്റെ വെള്ളത്തിലോട്ടൊന്ന് മുക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ സാഫ് ഇതാണ്. സാഫ് എല്ലാവർക്കും അറിയായിരിക്കും. സാഫ് ഒരു പച്ച കളറിലുള്ള സാധനം. പച്ചയെന്ന് പറയാൻ പറ്റുമോ നീലയെന്ന് പറയാൻ പറ്റുമോ അതറിയില്ല. ഇതാണ് സാഫ്. ആ സാഫ് ഈ വെള്ളത്തിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് ഈ കട്ടിങ്ങിനെ ഒന്ന് മുക്കി വെച്ചേക്കുക. നല്ലതുപോലെ ഒരു 5 മിനിറ്റ് സമയം മുക്കി വെച്ചേക്കുക. ഞാൻ ഇതും ഒരു പരീക്ഷണത്തിന് നോക്കാൻ പോവുകയാണ് കേട്ടോ. ലീഫ് പിടിച്ച് കിട്ടുമോയെന്നൊന്നും നമുക്ക് നോക്കണമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ലീഫ് ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വാടാതെ നിൽക്കുന്നുണ്ട്. അതിൽ വേര് പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കിന്ന് നോക്കണം.
അപ്പോൾ ഇതിവിടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാം. ഇത് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നട്ടു വെച്ചിരുന്നില്ലേ നമ്മൾ, അതിനെന്ത് സംഭവിച്ചു എന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. നല്ലതുപോലെ അതിൽ വേര് പിടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ വേര് പിടിച്ചത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് വെറും ചകിരിച്ചോറിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ വേര് പിടിച്ചിരിക്കുന്നുണ്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നല്ല വേരുകൾ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചത് വെറും ചകിരിച്ചോറിലാണ്. ഞാൻ ഇപ്പോൾ വെക്കുന്നത് ചകിരിച്ചോറും മണലും ചേർന്നിട്ടുള്ള പോട്ടിംഗ് മിക്സിലാണ് ഞാൻ ഇതാ വയ്ക്കാൻ പോകുന്നത്, അടുത്ത് വയ്ക്കാൻ പോകുന്നത് കണ്ടോ. അപ്പം നമ്മൾ ഈ 500 അല്ലെങ്കിൽ നല്ല വലിയ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയൊക്കെ വില കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കുഞ്ഞു പ്ലാന്റ്സ്, ഇപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു പ്ലാന്റ് നമ്മൾ 100 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയാലും കൊണ്ടുവന്ന് അതിനെ വളർത്തിയിട്ട് നമുക്ക് ഇതുപോലെ കട്ടിങ് എടുത്ത് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല മെച്യൂറായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വേറെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള പ്ലാന്റ്സ് ZC പ്ലാന്റ് ഒക്കെ നടുന്നത് പോലെയുള്ള പോട്ടിംഗ് മിക്സ് മതി കേട്ടോ. കുറച്ച് മണലും ചകിരിച്ചോറും, മണ്ണ് വേണ്ട, ചകിരിച്ചോറും ചേർന്നിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ നടുന്നതാണ് നല്ലത്. നല്ല മണലാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് നടാൻ പറ്റിയത് കേട്ടോ. മണ്ണാവുമ്പം കുറച്ച് കട്ടി കൂടുതലായിരിക്കും, വേരുകൾക്ക് ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് നടുമ്പോൾ എപ്പോഴും നമ്മൾ മണൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കാനുള്ളത് നൈട്രജൻ വളങ്ങളാണ് കേട്ടോ. ഇലകളുടെ വളർച്ചയല്ലേ വേണ്ടത്, ഇലകളുടെ വളർച്ചയും തിളക്കമൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിന് കൂടുതൽ നമ്മൾ നൈട്രജൻ വളങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ വേര് പിടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം ഇത് ഞാൻ അതിൻ്റെ അടർത്തി മാറ്റിയ ഇല എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ട് നിൽക്കണുണ്ട്. അതിൽ വേരുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. ഒന്ന് അതിലും വേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലും വേര് വന്നിട്ടുണ്ട് കണ്ടോ. ഒന്ന് അടുത്തോട്ട് ഒന്ന് കാണിച്ചാൽ കണ്ടോ, അതിലും വേര് വന്നിട്ടുണ്ട്. അയ്യോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഇതിൽ വേര് വരുമെന്നുള്ള കാര്യം. നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളും ഒരു ഇല കിട്ടിയാലും നമുക്ക് പിടിച്ച് കിട്ടും എന്നുള്ള അതിന് തെളിവാണല്ലോ ഇത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത ഇലകളും കൂടെ നമുക്കത് ഒന്ന് നട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇലകളൊന്നും കളയണ്ട. അപ്പോൾ ഇന്ന് എനിക്ക് ഇന്ന് കിട്ടിയ ഒരു അറിവാണ്. ഇതിൻ്റെ ഈ ഒരു ലീഫായിരുന്നാലും പിടിച്ച് കിട്ടുമെന്നുള്ള കാര്യം ഇന്ന് മനസ്സിലായതാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് എടുത്ത് അവിടെ താഴ്ത്തി വെച്ച് നോക്കിയതാണ്. അപ്പം നമുക്ക് ഒരു ഇല മതി ചൈന ഡോൾ പ്ലാന്റ് ഈസി ആയിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ധാരാളം പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് അപ്പോൾ ഒരു ഇല കിട്ടിയാലും വെറുതെ ഒന്ന് അടർത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് വെച്ചിരുന്നത് വെറും മണലിലാണ് കേട്ടോ. ഇത് കണ്ടോ, വെറും മണലാണിത്. ഈ മണലിനകത്താണ് ഇത് വെച്ചിരുന്നത്. അതും നല്ലതുപോലെ പിടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റെം വയ്ക്കുന്നതിനേക്കാളും ലീഫ് ആകുമ്പോൾ വേര് വരാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഏകദേശം അല്ല, ആ സ്റ്റെം വെച്ച സമയത്ത് തന്നെ വെച്ച ലീഫാണ് കേട്ടോ ഇത്. പക്ഷെ അതിൽ നല്ലതുപോലെ വേര് വന്നിട്ടുണ്ട്. ഇതിൽ വേര് വരാൻ കുറച്ച് താമസം. എന്നാലും നമ്മുടെ ലീഫുകളൊന്നും കളയാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിരുന്നാലും നമുക്കതൊരു പ്ലാന്റായിട്ട് കിട്ടില്ലേ. ഒരിലയും ഒരു ജീവനല്ലേ. അപ്പം നമുക്ക് ഇന്നിപ്പോൾ നമ്മളെടുത്ത കട്ടിങ്ങിന് നമുക്ക് ഇതിലോട്ട് നടാം. അപ്പോൾ നമ്മൾ സാഫിൽ ഇട്ട് വെച്ചേക്കായിരുന്നല്ലോ അതിന്. അപ്പോൾ ആ സാഫിലൊന്ന് എടുത്തിട്ട് നമുക്ക് ഒന്നും വേണ്ട, അതാ വെറുതെ ഇങ്ങനെ ഒന്ന് കുഴിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പം ആ ഇല പിടിച്ച് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഇലകളും ഒന്നും കളയണ്ട. ഇവിടെ തന്നെ ഇതിനെ വെച്ചേക്കാം കേട്ടോ. ഇതിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം പിടിച്ച് കിട്ടുന്ന ഇല പിടിച്ച് കിട്ടട്ടെ. വെറുതെ ഊന്നി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ഇതിനെല്ലാം പിരിച്ച് മാറ്റി നടാം. എന്നിട്ട് ഈ സാഫ് കലക്കിയ വെള്ളം ഉണ്ടല്ലോ അതിനെ ഇതിൽ തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം, കളയണ്ട. അതിനെ ഒഴിച്ച് ഇതിൻ്റെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാഫൊക്കെ കലക്കിയത് ചെടികളുടെ മൂട്ടിലൊക്കെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇലകളിലൊക്കെ ഒന്ന് തളിച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ നല്ലതാണ്. ഇനി നമുക്കതിനെ ഒരു നല്ലൊരു പോളിത്തീൻ കവർ കൊണ്ട് മൂടി വയ്ക്കണം.
ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ, ഇപ്പം വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കവർ ഉണ്ടെങ്കിൽ ഇതിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കുഞ്ഞു ചട്ടിയിൽ കുഞ്ഞു കട്ടിങ്സ് ഒക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കവർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കവർ കൊണ്ട് ഇങ്ങനെ മൂടി കഴിയുമ്പോൾ ഇതിനകത്ത് ഈർപ്പം നിലനിന്നിട്ട് മണ്ണ് ഡ്രൈ ആയി പോവാതെ ആ മോയ്സ്ചർ കൺട്രോളായി നിന്ന് പെട്ടെന്ന് വേര് പിടിക്കും. ഇതൊരു 3 ആഴ്ച ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് വേര് പിടിച്ച് കിട്ടും. പിന്നെ ഇത് ഇനി ഈ കവർ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം തന്നെ ഇടയ്ക്ക് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇത് വെക്കുന്നത് ഇപ്പോൾ ഒന്നാമത് വേനൽക്കാലമാണ്, നല്ല തണലുള്ള ഒരു സ്പേസിൽ വെക്കണം കേട്ടോ. അപ്പം ഒട്ടും തന്നെ സൂര്യപ്രകാശം വന്ന് ഡയറക്റ്റ് തട്ടാതുള്ള നല്ല തണലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും വേര് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ഇലയും വേര് പിടിച്ച് കിട്ടും. അപ്പം നമുക്ക് ഇലയും വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ആ ഇലയിലെ വേര് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.